നടന്നു വരുന്ന ആളെ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു. ഇന്ദ്രന് എന്നെ മനസ്സിലായോ? ഞാൻ തമ്പി, അനിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന. ഇന്ദ്രൻ്റെ കണ്ണിലെ ദേഷ്യം കണ്ട് തമ്പി പേടിയോടെ പറഞ്ഞു. നിന്നെയും അനിലിനെയുമൊക്കെ മറക്കാൻ പറ്റുമോ? അത്രയും മറക്കാൻ പറ്റാത്ത ഉപകാരങ്ങളല്ലേ ചെയ്തു തന്നേ? നീയും അവനുമൊക്കെ. കൂടെ വേറെയും ഉണ്ടായിരുന്നല്ലോ കുറേ എണ്ണം. ബാക്കിയുള്ളവന്മാരവിടെ? ചത്തോ? ഇന്ദ്രേട്ടാ, എനിക്കൊരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം ഏട്ടനെ കാണാൻ നോക്കിയതാ. ഒരു വട്ടം ഓഫീസിൽ ഞാൻ വന്നിരുന്നു. അന്ന് ഏട്ടൻ വന്നില്ല എന്ന് അറിഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ കൊടുത്തിരുന്നു. ഏട്ടനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു. ഏട്ടൻ്റെ നമ്പർ ചോദിച്ചിട്ട് തന്നതുമില്ല. എന്താ നിനക്ക് പറയാനുള്ളത്? നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ ഇനിയും ചതിച്ചാൽ നിന്നെയൊക്കെ പച്ചക്ക് കൊളുത്തും. ഇന്ദ്രൻ തമ്പിയുടെ കോളറിൽ പിടിച്ച് ശക്തിയായി മുന്നോട്ടടിപ്പിച്ചു. ഇന്ദ്രൻ്റെ മുഖത്തേക്ക് ചേർത്ത് നിർത്തി കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ഇന്ദ്രൻ്റെ കണ്ണിൻ്റെ തീക്ഷ്ണത താങ്ങാനാവാതെ തമ്പി തല താഴ്ത്തി നിന്നു. അല്പനേരം അങ്ങനെ തന്നെ തമ്പി നിന്നു. തൻ്റെ സമ്മർദ്ദം ഒന്ന് കൺട്രോൾ ചെയ്ത ശേഷമാണ് തമ്പി ഇന്ദ്രനെ നോക്കിയത്. ഇന്ദ്രേട്ടാ, ഞാൻ ചതിക്കില്ല. അതിന് ഇനി എനിക്കാവില്ല. പ്ലീസ്, എന്നെ ഒന്ന് കേൾക്കണം. എന്നിട്ട് എന്നെ പച്ചക്ക് കൊളുത്തിക്കോ. തമ്പി യാചന രൂപത്തിൽ ഇന്ദ്രൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ഇന്ദ്രൻ കോളറിൽ നിന്നും വിട്ട് ഇന്ദ്രൻ നീങ്ങി നിന്നുകൊണ്ട് അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം, വാ നമുക്ക് റെസ്റ്റോറൻറ്റിലിരിക്കാം, ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പുറകെ തമ്പിയും. ഒഴിഞ്ഞ ഒരു കോർണറിൽ പോയി അവരിരുന്നു. പറ, എന്താ നിനക്ക് പറയാനുള്ളത്? ഇന്ദ്രേട്ടാ, ഞാൻ അനിയുടെ കൂടെ നിന്ന് ഒരുപാട് ചെറ്റത്തരം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെണ്ണുങ്ങൾ ഞങ്ങൾ റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ടെന്ന്. എനിക്കിതൊന്നും കേൾക്കണ്ട. നീയൊക്കെ പലതും ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കണക്ക് ബുക്ക് തുറക്കണ്ട. തുറന്നാൽ നീ എൻ്റെ വിശ്വാസരൂപം കാണും. ഇന്ദ്രൻ താക്കീത് പോലെ പറഞ്ഞിട്ട് എണീറ്റു. പെട്ടെന്ന് തമ്പി ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇന്ദ്രൻ തമ്പിയെ നോക്കിയ ശേഷം വീണ്ടും സീറ്റിലേക്ക് ഇരുന്നു. തമ്പി പിന്നെയും പറഞ്ഞു തുടങ്ങി. അനിൽ, അവൻ ഒരു കൗശലക്കാരനാണ്. അവൻ്റെ കൂടെ നിന്ന എൻ്റെ ആവശ്യത്തിന് കാശും പെണ്ണും കിട്ടുമായിരുന്നു. അതാണ് അവൻ്റെ കൂടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇന്ദ്രേട്ടൻ ഓർക്കുന്നുണ്ടോ? അവൻ്റെ ഫ്ലാറ്റിൽ നിന്നും ഒരു പെണ്ണിനെ രക്ഷിച്ചത്? അത് എൻ്റെ പെങ്ങളാണ്. അവനും അവൻ്റെ ഒരു കൂട്ടാളിയുമായിരുന്നു അന്ന് അവളെ ഉപദ്രവിച്ചത്. തമ്പി പറഞ്ഞ ഓരോ സംഭവങ്ങളും ഇന്ദ്രൻ്റെ മനസ്സിൽ ഒരു സ്ക്രീൻ പോലെ തെളിഞ്ഞു വന്നു. താൻ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എന്നും താൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചിരുന്നു. ആ കുട്ടിയുടെ നില അവളുടെ ബന്ധുക്കൾ എത്തിയെന്നും അറിഞ്ഞിരുന്നു. എന്തോ പിന്നെ ഒന്നും തിരക്കാനുള്ള മനസ്സ് തന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. അവൻ എൻ്റെ കൂടെ എപ്പോഴും വീട്ടിൽ വന്നിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അവനെ. എൻ്റെ പെങ്ങൾക്കും. ഒരു ദിവസം കോളേജ് വിട്ടു വരുന്ന അവളെ വഴിയിൽ വെച്ച് അവൻ നിർബന്ധിച്ച് കാറിൽ കയറ്റി. ഞാൻ ഫ്ലാറ്റിലുണ്ടെന്നും പറഞ്ഞ് പറ്റിച്ചാണ് ഫ്ലാറ്റിൽ എത്തിച്ചത്. എന്നിട്ടാണ് അവനും കൂട്ടുകാരും കൂടി ഏട്ടനൊപ്പം എത്തിയില്ലെങ്കിൽ എൻ്റെ പെങ്ങളെ അവൻ കൊല്ലുമായിരുന്നു. തമ്പി കരഞ്ഞുകൊണ്ട് ടേബിളിലേക്ക് തലവെച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുടച്ച് തമ്പി നേരെയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നുമാണ് ഇന്ദ്രനാണ് അവളെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയതെന്നറിഞ്ഞു. ഡോക്ടർ പറഞ്ഞ കാര്യം വെച്ച് തൻ്റെ പെങ്ങളെ ആരോ റോപ്പ് ചെയ്തു. ആദ്യം ഞാൻ സംശയിച്ചത് ഇന്ദ്രേട്ടൻ്റെ തന്നെയായിരുന്നു. 12 മണിക്കൂറിന് ശേഷം എൻ്റെ പെങ്ങൾ സംസാരിച്ചത് കേട്ട കാര്യങ്ങൾ എന്നെ തളർത്തിക്കളഞ്ഞു. അവരിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ലല്ലോ ഞാൻ. അവനെ കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നാൽ അവൻ ഈ നാടു വിട്ട് എങ്ങോട്ടോ പോയി. അവൻ്റെ പുറകെ പോകാനുള്ള സമയം എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ കുടുംബം, എൻ്റെ പെങ്ങൾ എല്ലാം എന്നെ തിരിച്ചു. പെങ്ങൾ, ഇന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവളിപ്പോൾ മാരേജ് കഴിഞ്ഞ് പൂനെയിലാണ്. അളിയൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ലവ് മാരേജ് ആയിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ അവൾക്ക് കിട്ടി. സന്തോഷം. എനിക്ക് നിന്നോട് ഇപ്പം വിരോധമൊന്നുമില്ല. കാരണം എന്നെപ്പോലെ അല്ലെങ്കിലും നീയും ചതിക്കപ്പെട്ടവനാണ്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ദ്രൻ ഒന്നും കൂടി നിവർന്നു നിന്നു.
ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഇന്ദ്രേട്ടൻ ആരുമായും ഡിസ്കസ് ചെയ്യരുത്. എത്ര അടുത്ത ഫ്രണ്ടായാലും. തമ്പി ഒന്ന് നിർത്തി. അവനെ ആരോ ചേട്ടനെ തകർക്കാൻ വേണ്ടിയാണോ ഇവിടെ ചേട്ടൻ്റെ കൂടെ നിർത്തിയത്? ബട്ട് അത് ചേട്ടൻ്റെ കൂടെ ഓഫീസിലാവാം, അല്ലെങ്കിൽ അടുത്തുള്ള ആരോ ആണ്. ഒരിക്കൽ അവൻ്റെ വായിൽ നിന്നും വന്നതാണ്. ഞാൻ ഒരുപാട് വട്ടം ചോദിച്ചപ്പോൾ അവൻ ഒരു കാര്യം പറഞ്ഞു. ഇന്ദ്രൻ തലയുടെ മുകളിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൊട്ടിക്കാനുള്ളവൻ്റെ കയ്യിൽ അതിൻ്റെ റിമോട്ടുണ്ട്. അവൻ്റെ കൂടെ നിന്ന് അവൻ പോലും അറിയാതെ അത് പൊട്ടും. ഇതാണ് അവൻ പറഞ്ഞത്. പിന്നെ അവനോട് ചോദിക്കാൻ തോന്നിയില്ല. ചോദിച്ചാലും അവൻ പറയില്ല. അതാണ് അവനും അവനെ എത്തിച്ച ആളും തമ്മിലുള്ള ബോണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു ടാക്സി ഓടിക്കുക. ഒരു ഓട്ടോയും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോഴാണ് ഇന്ദ്രേട്ടൻ പോകുന്നത് കണ്ടത്. ചേട്ടൻ സൂക്ഷിക്കണം, ശത്രു അരികെ ഉണ്ട്. എന്തെങ്കിലും കഴിച്ചാലോ? എനിക്കൊരു കോഫി മതി. പിരിയുമ്പോൾ അവരും പലതും തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. എന്താ നീ പറയുന്നേ? ഈ കുട്ടിയെ നീ കൊണ്ടുപോകുന്നോ? നിനക്ക് വട്ടാണോ? ഞാൻ സമ്മതിക്കില്ല. ആരോ എവിടെയോ ഉണ്ടായ ഈ വൃത്തികെട്ട കുട്ടിയെ. ചേച്ചി നിർത്ത്. ഈ കുഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകും. അത് ഉറപ്പിച്ചാ ഞങ്ങൾ വന്നത്. അച്ചുവിന് ഇത് സമ്മതമാണോ? അച്ചുവിനെ അതിശയത്തോടെ നോക്കി മായ ചോദിച്ചു. അതെ ചേച്ചി, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ചേച്ചി അതിന് എതിര് പറയരുത്. ചേച്ചി എപ്പോഴും പറയാറില്ലേ, ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് അനിയൻ്റെ ജീവിതമെന്ന്. ഞങ്ങളെ കല്യാണം പോലും ചേച്ചിയുടെ ഇഷ്ടത്തിനായിരുന്നില്ലേ? അപ്പോൾ അനിയൻ്റെ സന്തോഷത്തിന് വേണ്ടി ചേച്ചി ഇത് സമ്മതിക്കണം പ്ലീസ്. മായ തളർച്ചയോടെ ചെയറിലേക്കിരുന്നു. ചേച്ചി, ഈ കുഞ്ഞിന് ഒരു അമ്മയുണ്ട്. ആ അമ്മ വേണ്ട ചേച്ചി, നമുക്ക് ആരുമില്ല. അപ്പോൾ നമ്മളും വൃത്തികെട്ട കുട്ടികളായിരുന്നോ? ചേച്ചി, എനിക്ക് ആ കുഞ്ഞിനെ വേണം. അപ്പു, നീ ഇത് ശരിക്കും ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം? നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഈ കുഞ്ഞ് ഒരു അധികപ്പറ്റാവും. മോനെ, ഇത് വേണോ? ഇപ്പോൾ അവൾ ഒരു ഓർഫനാണ്. അത് അവളുടെ ഭാവിയിൽ അക്സെപ്റ്റ് ചെയ്തോളും. അതല്ല, നിനക്ക് ഇപ്പോഴും ഒരേ തീരുമാനം തന്നെയാണെങ്കിൽ ഓക്കെ, എനിക്ക് സമ്മതം. മായ എണീറ്റ് റൂമിലേക്ക് പോയി ഡോർ അടച്ചു. മായയുടെ സങ്കടം കണ്ട് അച്ചുവിന് സഹിച്ചില്ല. താൻ ഈ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ തളർച്ച അത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് സങ്കടമായി കാണും അപ്പുവേട്ടാ. അതൊക്കെ മാറിക്കൊള്ളും, എൻ്റെ ചേച്ചിയല്ലേ, അപ്പു അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിൽ ചെല്ലുമ്പോൾ ബെഡിൽ ഒരു മാലാഖ കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന മരിയ. അപ്പു വന്ന് കുഞ്ഞിനെ എടുത്ത് നീക്കി കിടത്തി. അപ്പു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് അവളുടെ നെറുകയിൽ തലോടി. ഇല്ല വാവേ, എനിക്ക് നിന്നെ ഇനി അനാഥയാക്കാൻ വയ്യ, അപ്പു മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടന്നു. അച്ചു ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പുവിൻ്റെ അടുത്ത് വന്ന് കിടന്നു. അപ്പുവും അച്ചും ഉറങ്ങാതെ അങ്ങനെ കിടന്നു. എന്താ ഏട്ടാ ആലോചിക്കുന്നേ? നീ ഉറങ്ങിയില്ലേ? ഏട്ടൻ ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറക്കം വരുന്നില്ല മോളെ. പിന്നെ ഒരു മരുന്ന് കിട്ടിയ ഉറക്കം കിട്ടി. പട്ടിണി കിടന്ന് ഞാൻ ചാവാറായി. അമ്പലവും യാത്രയും ഞാൻ മടുത്തു. ഞാനും പട്ടിണിയായിരുന്നില്ലേ? അച്ചു ചിരിയോടെ പറഞ്ഞു. അത് ശരിയാ, എന്തു ചെയ്യും ഇനി? അപ്പോൾ എൻ്റെ അച്ചൂസ് റെഡിയാണോ പട്ടിണി മാറ്റാൻ? അപ്പു അച്ചുവിനെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. കുഞ്ഞെണീക്കുമേട്ടാ, അച്ചു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ എണീക്കില്ല, നീ ഒച്ച വെച്ച് എണീക്കാതെ ഇരുന്നാൽ മതി. അപ്പു ചിരിയോടെ അവളെ നേരെ കിടത്തി. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് അവരുടെ കൂടിച്ചേരൽ. അവരിൽ വെപ്രാളം വന്നു മൂടി. ചുണ്ട് ചുണ്ടിനോട് തേടിയെത്തുമ്പോൾ പരസ്പരം അറിയാനുള്ള അവരുടെ ആഗ്രഹത്തിന് തടസ്സമായതെല്ലാം അവർ ഊരിമാറ്റി. അകനാൻ വയ്യാത്ത രീതിയിൽ അവർ ആ രാത്രിയിൽ സ്നേഹം കൊണ്ട് മൂടി. ഏറെ നാളുകൾക്ക് ശേഷം വിനോദും അമ്മയും ഇന്ന് നാട്ടിലേക്ക് വരികയാണ്. ഇന്ന് തന്നെയാണ് അച്ചുവും അപ്പുവും ലണ്ടനിലേക്ക് പോകുന്നതും. ഇന്ദ്രനും രജനിയും നേരത്തെ എയർപോർട്ടിലെത്തി അവരെ കൂട്ടാൻ ബോർഡിംഗ് പാസ് എടുത്ത് അവരെ കാത്തിരുന്നു. ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റാണ്.
ഇന്ദ്രൻ രജനിയും വെയിറ്റ് ചെയ്യുമ്പോഴാണ് മായയും അപ്പുവും അച്ചുവും കുഞ്ഞും വരുന്നത് കാണുന്നത്. ഇന്ദ്രൻ വേഗം എണീറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. ഇന്ദ്രൻ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇടയ്ക്ക് ഇന്ദ്രൻ കുഞ്ഞിനെ കാണാൻ പോയിരുന്നു. കുഞ്ഞിന് ഡ്രസ്സും ടോയ്സും കൊണ്ട് ആ വീട് നിറച്ചു. ഇന്ദ്രനോടും കുഞ്ഞും വളരെ അടുത്തു. അവനെ കണ്ടപ്പോൾ ആ കുഞ്ഞ് കണ്ണുകൾ വിടർന്നു. അങ്കിൾ, അഞ്ജുവിൻ്റെ എളിയ ഇരുന്ന് കുഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ചാടി. കുഞ്ഞി പെണ്ണ് പോവാണോ? സുന്ദരിക്കുട്ടിയായല്ലോ. പോയി വാട്ടോ, അങ്കിളിനെ വിളിക്കുവോ എന്നും അവിടെ കവിൾ മുഖം ഉരസിക്കൊണ്ട് ചോദിച്ചു. വിളിക്കാം മിടുക്കി. ഇന്ദ്രൻ തിരിഞ്ഞ് അമ്മയെ നോക്കി കൈ കാണിച്ചു വിളിച്ചു. രജനി അടുത്തു വന്നപ്പോൾ ഇന്ദ്രൻ എല്ലാവരെയും രജനിയെ പരിചയപ്പെടുത്തി. ഇതാണോ നിന്റെ കുഞ്ഞിപ്പെണ്ണ്? കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് രജനി ഇന്ദ്രനോട് ചോദിച്ചു. വാ, അച്ഛൻ്റെ മോള് ചോദിക്കട്ടെ. രജനി കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ രജനിയുടെ കയ്യിലേക്ക് പോകാതെ കുഞ്ഞ് ഇന്ദ്രൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ഇന്ദ്രൻ ഒന്നും കൂടി ചേർത്ത് കിടത്തി ചിരിയോടെ നിന്നു. ഇന്ദ്രൻ എപ്പോഴും പറയും നിങ്ങളെപ്പറ്റി. മായ മോളെന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ? ഇന്ദ്രൻ പറഞ്ഞിരുന്നു അധികം സംസാരമില്ലാത്ത ഒരാളാണെന്ന്. എന്നാലും ഇത്രയും വേണ്ട. രജനി മായയുടെ കയ്യിൽ പിടിച്ച് ഇന്ദ്രനെ നോക്കി. ഇന്ദ്രൻ്റെ കണ്ണിലെ തെളിച്ചം രജനിയുടെ ചിരി വിടർത്തി. ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അപ്പു മേടിച്ചു. കുഞ്ഞിനെ അപ്പുവിനെ ഏൽപ്പിച്ചപ്പോൾ ഇന്ദ്രൻ്റെ ഇടനെഞ്ചിൽ 1000 മുള്ളുകൾ കുത്തിയിറങ്ങുന്ന ഒരു വേദന വന്നു മൂടിയതായി തോന്നി. തൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെ. എന്താവും തന്നിൽ സംഭവിക്കുന്നത്? അവർ 3 പേരും കണ്ണിൽ നിന്നും മറയുന്നത് വരെ ആ കുഞ്ഞിനെ ഇന്ദ്രൻ വേദനയോടെ നോക്കി നിന്നുപോയി. മായ, മോള് എങ്ങനെ പോകും? രജനി ചോദിച്ചു. ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്. ഇനി ഇവിടേന്ന് ഒരു ടാക്സി വിളിച്ചു പോകും. ഞാൻ കൊണ്ടുപോയി വിടാം, പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ടപ്പോൾ രജനി ഇന്ദ്രനെ ഒന്ന് നോക്കി. ഇന്ദ്രൻ അപ്പോഴും താൻ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ വന്നത്. അല്ല, നമുക്ക് അല്ലേ അമ്മേ വിനുവിനെ ഫ്ലാറ്റിലാക്കിയിട്ട്. ഇന്ദ്രൻ ചമ്മൽ മറക്കാൻ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്കിരുന്നു. അതൊന്നും വേണ്ട അമ്മേ, എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം സാധനങ്ങൾ എടുത്ത് ഫ്ലാറ്റിലേക്ക് പോവാൻ. പോട്ടെ അമ്മേ, പിന്നെ കാണാം. ഓക്കെ സാർ. രജനിയോടും ഇന്ദ്രനോടും അങ്ങനെ പറഞ്ഞുകൊണ്ട് മായ തിരിഞ്ഞു നടന്നു. ഇന്ദ്രൻ കണ്ണിമ ചിമ്മാതെ മായയെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ രജനിക്ക് ചിരി വന്നു. അമ്മയ്ക്ക് ഇഷ്ടമായി, നല്ല മോള്. രജനി ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. 2 പേരും പരസ്പരം നോക്കി ചിരിച്ചു. ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡായി എന്ന അറിയിപ്പ് കേട്ടപ്പോൾ അവർ എണീറ്റ് നീങ്ങി നിന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം വിനോദും അമ്മയും നടന്നു വരുന്നത് അവർ കണ്ടു. വിനോദിൻ്റെ കണ്ണിൽ നിരാശയാണെന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ കണ്ണിൽ സങ്കടം ഉരുണ്ടുകൂടി.